2014 ഫെബ്രുവരിയിൽ യുക്രൈനിലെ റഷ്യൻ അനുകൂല പ്രസിഡന്റ് വിക്ടർ യാനുക്കോവിച്ച് ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടതാണ് റഷ്യയെ പ്രകോപിപ്പിച്ചത്. 2014 മാർച്ചിൽ റഷ്യ യുക്രൈന്റെ ഭാഗമായ ക്രിമിയ പിടിച്ചെടുക്കുകയും പിന്നീട് റഷ്യയോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. 2014 ഏപ്രിലിൽ കിഴക്കൻ യുക്രൈനിലെ ഡോൺബാസ് മേഖലയിൽ റഷ്യൻ പിന്തുണയുള്ള വിഘടനവാദികളും യുക്രൈൻ സൈന്യവും തമ്മിൽ യുദ്ധം ആരംഭിച്ചു. ലുഹാൻസ്ക്, ഡോണറ്റ്സ്ക് എന്നീ പ്രദേശങ്ങളിൽ വിഘടനവാദികൾ സ്വയം പ്രഖ്യാപിത റിപ്പബ്ലിക്കുകൾ സ്ഥാപിച്ചു. 2015 യുദ്ധം അവസാനിപ്പിക്കാൻ മിൻസ്ക് കരാറുകൾ ഒപ്പുവച്ചെങ്കിലും സംഘർഷങ്ങൾ പൂർണ്ണമായും അവസാനിച്ചില്ല. 2022 ഫെബ്രുവരി 24 റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ യുക്രൈനെതിരെയുള്ള സമ്പൂർണ്ണ സൈനിക അധിനിവേശത്തിന് ഉത്തരവിട്ടു. റഷ്യൻ സൈന്യം വടക്ക്, കിഴക്ക്, തെക്ക് ഭാഗങ്ങളിലൂടെ യുക്രൈനിലേക്ക് കടന്നു. അതിവേഗം യുക്രൈൻ പിടിച്ചെടുക്കാനാകുമെന്നായിരുന്നു റഷ്യയുടെ പ്രതീക്ഷ. എന്നാൽ യുക്രൈൻ സൈന്യത്തിന്റെ ശക്തമായ ചെറുത്തുനിൽപ്പിന് മുന്നിൽ റഷ്യയ്ക്ക് മുന്നേറാനായില്ല. 2022 ഏപ്രിലിൽ റഷ്യൻ സൈന്യം കീവിൽ നിന്ന് പിൻവാങ്ങി. 2022 ജൂണിൽ റഷ്യ യുക്രൈനിലെ കിഴക്കൻ, തെക്കൻ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പ്രധാന തുറമുഖ നഗരമായ മരിയുപോൾ റഷ്യൻ സൈന്യം പൂർണ്ണമായി കീഴടക്കി. 2022 സെപ്റ്റംബറിൽ റഷ്യ പിടിച്ചെടുത്ത 4 യുക്രൈനിയൻ പ്രദേശങ്ങളായ ഡോണറ്റ്സ്ക്, ലുഹാൻസ്ക്, ഖെർസൺ, സപ്പോറീഷ്യ എന്നിവയെ ഔദ്യോഗികമായി റഷ്യൻ ഫെഡറേഷന്റെ ഭാഗമായി പ്രഖ്യാപിച്ചു. 2023 ഇരുപക്ഷവും ശക്തമായ പോരാട്ടങ്ങൾ നടത്തി. 2024 റഷ്യൻ സൈന്യം വീണ്ടും ആക്രമണം കടുപ്പിച്ചു. തുടർന്ന് താൻ അധികാരത്തിലെത്തിയാൽ യുക്രൈൻ യുദ്ധം ഉടനടി അവസാനിപ്പിക്കുമെന്ന് ട്രംപിന്റെ പ്രസ്താവന വന്നു. യുക്രൈന് സൈനിക സഹായം നൽകാൻ യൂറോപ്യൻ രാജ്യങ്ങൾ വൈകിയത് റഷ്യയ്ക്ക് കൂടുതൽ ആനുകൂല്യം നൽകി. റഷ്യൻ സൈന്യം കൂടുതൽ പ്രദേശങ്ങൾ കീഴടക്കി. 2025 ജൂലൈ 15 യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി റഷ്യയ്ക്ക് ട്രംപ് 50 ദിവസത്തെ അന്ത്യശാസനം നൽകി. പിന്നീടത് ഓഗസ്റ്റ് 8 ചുരുക്കുകയായിരുന്നു. തുടർന്നാണ് ട്രംപ് പുടിൻ ചർച്ചകൾക്ക് അലാസ്കയിലെ ആങ്കറേജ് വേദിയായത്. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.